അത് എടുത്തെടുത്ത് എങ്ങോട്ട് വരെ പോയി. ഓക്കെ ഹലോ ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ അത്തുവിൻ്റെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അവൾ കടയിലോട്ട് വരെ വന്നു കേട്ടോ. അവൻ താണ്ട് മുടി വെട്ടത് ഞാൻ അനങ്ങാതെ കുത്തിയിരിക്കുക കേട്ടോ. ചില പിള്ളേരാണെങ്കിൽ വഴക്കുണ്ടാക്കും, താണ്ട് ഒരു വഴക്കുമില്ലാതെ ട്രിമ്മറിട്ട് പിടിച്ചിട്ട് നോക്കിയിരിക്കുക. മുടിയോട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ഞാനുണ്ടോ അത്തു? വേണ്ട, കാര്യം പറയണ്ട. അവന് കേക്ക് കൊടുക്കാന്ന് പറഞ്ഞോണ്ട് അവൻ അനങ്ങാതിരിക്കുന്നു. കേക്ക് വേണമെന്ന് പറഞ്ഞിരിക്കട്ടെ. അവിടെ മുടി വെട്ടുകയാണ്, വെട്ടിക്കൊണ്ടിരിക്കുക. അവൻ എന്നും വിടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചിമ്മൂസൊക്കെ അങ്ങോട്ട്, ചിമ്മൂസും ടിറ്റും കൂടെ നേരെ നോക്കാം. നമ്മൾ എവിടാ നന്ദൂട്ടി മുടി വെട്ടാൻ വന്നേ? തുരുത്തിയിലമ്പലം ചന്തയായി കാണുന്നില്ല. എവിടെയാ തൊട്ടി? ആരൊക്കെയാ നന്ദൂട്ടി? രണ്ടുപേര് വരുന്നുണ്ടേ. ചിമ്മു എവിടെ പോയിട്ട് വന്നതാ? എവിടെ പോയിരുന്നു നിങ്ങള്? എവിടെ പോയിട്ട് വന്നു? ഇപ്പഴാ അവൻ ചിരിച്ചത്. ഒരു കടയിൽ പോയി. അത്തു മുടി വെട്ടിയിട്ട് ഇറങ്ങുമ്പോഴേ അവന് പാപ്പ കൊടുക്കണ്ടേ, അതിന് കേക്ക് വാങ്ങിക്കാൻ പോയത്. അന്നോട് അത്തു മുടി വെട്ടിക്കൊണ്ടുവന്ന പാവം വെച്ച് സാധാരണ എല്ലാ പിള്ളേരും മുടി വെട്ടണ്ട വെട്ടണ്ടെന്ന് പറഞ്ഞ കരച്ചില്ല. ഇവൻ വെട്ടണം വെട്ടണം എന്ന് പറയും. അത് അവന് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ. എന്നിട്ട് അവന് യാത്ര ചെയ്യാം, കേക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നല്ലേ ഓർഡർ ഇട്ടേക്കുന്നു. തലമുടി വെട്ടിയിട്ടേക്കുന്നു. എന്നാലും ഒക്കെ തലമുടി വെട്ടണം വെട്ടണം എന്നല്ലേ പറച്ചില്ലേ. കൊച്ചച്ഛൻ വന്നാല് കൊച്ചച്ഛനെ കൊണ്ട് മുടി വെട്ടിക്കണം, കൊണ്ട് വെട്ടിപ്പിക്കണം. ഇതൊക്കെയാ എല്ലായിടത്തും പോകാമല്ലോ. അതെ, ഞാനന്ന് പണ്ട് മുടി വെട്ടുമെന്ന് പറയുമ്പോ തുമ്പ് വെട്ടുമെന്ന് ഒരാൾ പറയുമ്പോ ഞാൻ മുട്ട അടിച്ചോളാൻ പറയാ അല്ലേ, അല്ലെങ്കിൽ വെട്ടണ്ടെന്ന് പറയും. ഇവൻ അങ്ങനല്ല, എപ്പോഴും വെട്ടണം. ഞാൻ അമ്മിനെ കളിയാക്കും, നിന്റെ കൂടി എന്തോടെ പൂച്ചക്കൂടെ ഇല്ലേ, പിന്നെ ഇതിനാണ് അങ്ങനെ വെട്ടാൻ എന്തോ ഇരിക്കുന്നത്. അപ്പൊ അവൻ പറയുന്നത് എനിക്ക് വെട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അത്തു അതെ അനങ്ങൾ ഇരിക്കുന്നതാണ്. ഇതിന് ഇരിപ്പ് നോക്കൂല്. കത്രിയോണ്ട് വെട്ടാൻ പോലും സമ്മതിക്കട്ടെ ഞാൻ. അവൻ താൻ ട്രിമ്മർ വെച്ച് വെട്ടുന്ന തരാൻ നോക്കി. അമ്മ കൂടെ കൂടെ എങ്ങോട്ടാണ് പോന്നെ? ഞാനിങ്ങനൊക്കെ വീഡിയോ പിടിക്കണം. ഓഹോ,
മുടി വെട്ടുന്നോണ്ടാന്ന് തോന്നുന്നു അത്ത് അനങ്ങാതെ കുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാം പറയുന്നത്. അങ്ങനെ മിടുക്കൻ ഉണ്ടോ? അവൻ അനങ്ങാതിരുന്ന് കൊടുക്കുന്നുണ്ടോ? ചലിക്കുന്നില്ല അവിടുന്ന്. അവൻ ചലിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ വെട്ടാൻ സമ്മതിക്കത്തില്ലല്ലോ. സൂപ്പറായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സമ്മതിക്കൂ. ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അത്തുവിന്റെ. ചന്തയുടെ അവിടെയൊക്കെ ആള് വന്നു തുടങ്ങി. ഇരിക്കുന്നു. ഏ ചാനൊക്കെ പോന്നു. ടെക്നിക്ക് കഴിഞ്ഞിട്ട് തരോ. എന്താടേ മുഖത്തൊരു ചിരിയൊന്നുമില്ല. ഞാൻ നോക്കി അത്തോട്ട ചേച്ചിയമ്മ നോക്കി. സൂപ്പറായോ? കുറച്ച് ഉറക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ചിമ്മൂസ കൊള്ളാൻ മതി. അത്തോട്ടിൻ്റെ തലമുടി കിട്ടിയത് കൊള്ളാമോ? ഇങ്ങനുണ്ട് സെറ്റപ്പ് അല്ലേ? ഇല്ലടാ സെറ്റാണോ? അത്തോട്ട സെറ്റാണോ? സെറ്റപ്പ് ഇല്ലടാ. പൊളി കിടുക്കും. എന്ത് പറയുക? എന്തൊരു ഫാഷനൊക്കെ ഇത്. മുടി കെട്ടിയതല്ലേ? ഇതെന്തോ ഫാഷനൊക്കെ ഇത്. കണ്ടോടാ, മുടി കെട്ടിയതല്ലേ? പൊളിക്കാൻ കേട്. കുറ്റിമുടി കിടക്കുന്നു. അത് എടുത്തെടുത്ത് എങ്ങോട്ട് വരെ പോയി. ഓക്കെ.